എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പഴയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത്ര പുതിയ വീഡിയോ ഒന്നുമല്ല. ദേവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടൊരു അവലോകനം എടുത്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ദേവിൻ്റെ ചാനൽ വന്നിരുന്നു, ദേവ് ഡീകോഡ്സ് ചാനൽ, ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവർ പോയി അതിൻ്റെ ഫസ്റ്റ് പാർട്ട് തീർച്ചയായിട്ടും കാണണം. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത്. കുറച്ച് ആൾക്കാരുടെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലൻസ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ നിങ്ങൾ നേരെ കണ്ടിട്ട് പോവാ. കാണുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, താഴത്തെ ഹൈപ്പ് ഒന്നും മറക്കില്ല. എന്തൊക്കെ കൊടുക്കാൻ പറ്റും എല്ലാം വാരിക്കൂരി കൊടുത്തേക്കണം കേട്ടോ. ഡിസ്ലൈക്ക് കൊടുക്കില്ല കേട്ടോ. അപ്പോൾ നേരെ വീഡിയോ കണ്ടോന്നു. അടുത്തത് ബിന്നി, നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്. എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആണ് ബിന്നി. അനീഷ് ഒപ്പം ബിന്നിയാണ്. ബിന്നിയുടെ ഒരു നൈസ് സാധനം ഉണ്ടായിരുന്നു, മറ്റേ കുക്കർ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ എൻജോയ് ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റേ ഇവര് കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഇപ്പുറത്ത് വന്നിട്ട് ഷാനവാസിനോട് അതെ കൂടിയെന്ന് പറയലെന്ന് പറയട്ടെ തുപ്പ എന്ന് പറഞ്ഞ് ബിന്നി കൊണ്ട് മാറി ചെയ്തു. ഷാനവാസ് ബിന്നിയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട്. ആട്ട എടുത്ത് വന്നിട്ട് ഇന്നത്തെ ദിവസം കൂടി നമുക്കിത് രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റില്ല. രണ്ട് നേരത്തേക്ക് എന്തോ കഴിക്കാനുള്ളൂ, വേറെ ഇങ്ങോട്ട് ഫുഡില്ല. അതിന്റെ പേരിലാണ് അക്ബർ ആക്ച്വലി അകത്ത് കയറിയിട്ട് ആ ഫുഡ് ഐറ്റം എല്ലാം കൂടെ എടുത്തത്. ബിന്നിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിന്നി എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിന്റെ വൈഫാണ്. നോബിന്റെ വൈഫാണ്. നോബിന് വേണ്ടി ഞാൻ ഡബ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് ഈ വർഷം അല്ല അപ്പൊ നിങ്ങൾ അഭിപ്രായം പറയണ്ട. അല്ലല്ല, ഒരിക്കലല്ല. അതുകൊണ്ടല്ല ഞാൻ ബിന്നി ഇഷ്ടപ്പെടുന്നത്. ബിന്നിയുടെ ഒരു പേഴ്സണാലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിന്നിയുടെ സംസാരം ആയിക്കോട്ടെ. ഇതുവരെയുള്ള ദിവസങ്ങളിൽ ബിന്നി അനാവശ്യമായിട്ടൊരു വാക്ക് പോലും ഒരാളെയും അങ്ങോട്ട് പോയിട്ട് ചൊറിയാൻ പോയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ചൊറി ചിലപ്പോൾ മാറി ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ ഡയറക്റ്റ് പോയിട്ട് ചൊറിയാൻ പോയിട്ടില്ല. പിന്നെ ബിന്നിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സംസാരം വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് സംസാരിച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗെയിം കളിക്കാൻ അറിയുന്നൊരു കണ്ടസ്റ്റൻ്റാണ്. ടാസ്കുകളാണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ശാരികയുടെ ഒരു വിഷയത്തിനകത്ത് കഴിഞ്ഞ ദിവസം ശാരികയ്ക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങി. അപ്പോൾ അത് ബിന്നിയുടെ ഭാഗത്ത് വന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ സമയത്ത് ഡ്രസ്സ് ചീത്തയായി പോകുന്നൊക്കെ പറഞ്ഞത് അപ്പോഴായിരിക്കും ഒരു പക്ഷെ ഓർത്തത്. നമുക്ക് അത് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അല്ലാണ്ട് എനിക്ക് ബിന്നിനെ എന്താ ഫേവറേറ്റ് ആക്കേണ്ട, ഐ മീൻ അങ്ങനെ ഒരു വളച്ചു പിടിക്കേണ്ട കാര്യമില്ല. ബിന്നിനെ ഫേവറേറ്റ് ആക്കുന്നത് കുഴപ്പമൊന്നുമില്ല. കാരണം ഇതുവരെ അനാവശ്യ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി. തീർച്ചയായിട്ടും ആള് ഈ പറയുന്ന വഴക്കൊന്നുമില്ല. പുറകിൽ നിന്ന് ബുദ്ധിപരമായിട്ടുള്ള കളികളാണ് ആളുകളോട് വേണ്ടത്. ഈ മാവ് തീർന്ന് എന്തിനാ ഇവനോട് പോയി പറഞ്ഞേ, നീ എടുത്തെങ്കിലേ ഇനി തിന്നാൻ പറ്റും, എടുക്കണം. അങ്ങനെ പുള്ളിക്കാരി ബ്രില്യന്റ് ആയിട്ട് കളിക്കുന്നു. അതുപോലെ ഈ പറഞ്ഞ ഈ മറ്റേ തുപ്പലിന്റെ കേസ് ഷാനവാസിനോട് പറഞ്ഞാൽ പണി കിട്ടുന്ന അറിയാം. അതുകൊണ്ടാണ് അത് പുള്ളിക്കാരി ബ്രില്യന്റാ. ഇനി ഞാൻ ചോട്ടെ, ഷാനവാസിനോട് പറയാൻ പറ്റില്ല, കാരണം ആള് ക്യാപ്റ്റനാണ്. വേറെ അവന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പുള്ളിക്കാരി ബ്രില്യൻ്റ് ആണ്. പക്ഷെ ആരും ഒരുപാട് പേര് ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു ആളാണ്. കാരണം ഈ ബിഗ് ബോസ് കാണുന്ന കൂടുതൽ ഓഡിയൻസും വഴക്കുണ്ടോ, അവൻ തിളങ്ങി നിൽക്കുന്നു, അങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്. അല്ലാതെ ബിന്നി ബുദ്ധി കൊണ്ട് കളിക്കുന്ന ഒരു കഥാപാത്രമാണ്. തീർച്ചയായിട്ടും ഡോക്ടർ ബിന്നി എന്നുള്ളതിന്റെ ഡോക്ടറിന്റെ പേരവർ കാത്തു. ആ പ്രശ്നം വന്നപ്പോഴും കണ്ടില്ലേ, പ്രോപ്പറായിട്ട് പോയി ചോദിച്ചെന്നുള്ളത്. അടുത്താണ് താരം ജിസേല്. പൊന്നോ, മേക്കപ്പ് ഇല്ലാണ്ട് കുറച്ച് ലിപ്സ്റ്റിക് മാത്രം പോരാ, മറ്റേ ഫൗണ്ടേഷൻ എല്ലാം വേണ്ടി മേക്കപ്പ് ഇല്ലാണ്ട് പറ്റില്ല. റൂൾസ് ഇത്രയും ബ്രേക്ക് ചെയ്തൊരു കണ്ടസ്റ്റന്റ് ഇത്രയും ഈ സീസൺ എന്റെ ഒരു അഭിപ്രായത്തിൽ ജിസേലിനെ പിടിച്ച് പുറത്താക്കണം. സത്യം. കാരണം ഇത്രയും റൂള് ബ്രേക്ക് ചെയ്താൽ അപ്പൊ റൂള് പാലിക്കുന്ന ബാക്കിയുള്ള അതെ, ജിസേലിനെ നമ്മൾ ബഹിഷ്കരിക്കുന്നു. എനിക്കിഷ്ടമായിരുന്നു. കാരണം തുടക്ക സമയത്ത് ജിസേല് ഭയങ്കരമായിട്ട് എന്താ ആക്റ്റീവ് ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പരിപാടികൾ ഭയങ്കര മോശമായി പോയി. അതുപോലെ കഴിഞ്ഞ ദിവസം അനുമോളെ മറ്റേ ഹൈറ്റിന്റെ പേര് അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല കാര്യമില്ല. പുള്ളിക്കാരി ഭയങ്കര സംഭവമാണ്. ഞാൻ തിരിച്ചു ചോദിക്കാണോ, നിങ്ങൾ തിരിച്ചു ചോദിക്കുകയാണെങ്കിലോ, ചോദിക്കാൻ ചോദ്യമുണ്ട്. നിങ്ങളുടെ ഫേസിൽ എന്താ കാണിച്ചിട്ടാണ് ഈ രൂപം അതൊക്കെ ചോദിക്കാം. പക്ഷേ അവരാരും അത് ചോദിക്കുന്നില്ല. അത് അവരുടെ സ്റ്റാൻഡേർഡാണ്. പക്ഷെ ഇവരത് ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞത് വളരെ മോശമായി പോയി. എനിക്കും ജിസേലിന് ആദ്യം താല്പര്യമായിരുന്നു, ഇപ്പൊ ഇൻട്രസ്റ്റ് പോയി. കാരണം അനാവശ്യമായ റൂൾ ബ്രേക്ക് ചെയ്യുന്നു. എത്ര തവണ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ലാലേട്ടൻ പെട്ടി പാക്ക് ചെയ്തിട്ടും ശരിയായില്ല. ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തിട്ട് ശരിയായില്ല. ഇപ്പൊ വീണ്ടും പണി കിട്ടും. ബോഡി ഷെയ്മിങ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബോഡി ഷെയിം ചെയ്യുന്ന ഒരാൾ താൻ പെർഫെക്റ്റ് ആണോ എന്നും കൂടെ നോക്കണം. എന്നാലും ഇത് ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും. അടുത്ത ആളിലേക്ക് പോവാം. നെവിൻ. നീവിന് ഒരു ഫൺ കഥാപാത്രമാണ്. നീവിന് ഒരു വിന്നർ ആക്കാനുള്ള മെറ്റീരിയൽ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈവില് ഭയങ്കര ബോറായി പോകും. നെവിൻ ഒരു തമാശ ജനറേറ്റ്. അത് നമ്മളൊരു സിനിമ കാണുമ്പോഴത്തേക്കും കോമഡി ആർട്ടിസ്റ്റിനെ പിടിച്ചിട്ട് എങ്ങനെയുണ്ട് പുള്ളിയുടെ ആ സംഭവം നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് റിയാസിനെ പല സ്ഥലങ്ങളിലും തോന്നാറുണ്ട്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഈ പുള്ളി സംസാരിക്കത്തില്ലെന്ന്. പക്ഷെ ആ ബാൻഡ് കിട്ടാൻ സംസാരിച്ചു. അതുപോലെ ഇന്നലെ തന്നെ നെവിൻ സംസാരിച്ചില്ലേ, കണ്ടോന്നൊക്കെ അറിയില്ല. അല്ലേ എന്റെ ബിന്നിയോട് ഡീന്ന് വിളിക്കില്ല, ഞാൻ വിളിക്കും, നീ എന്താന്ന് വെച്ചാൽ ചെയ്യും, എന്ത് ചെയ്യാൻ പറ്റും. ഷാനവാസ് പക്ഷേ അത് സോറി നെവിന്റെ സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരും കേട്ടോ. ഞാൻ ഭയങ്കര ഒരു എന്താ പറയാ, എനിക്ക് എന്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നൊരു സ്റ്റോറിയാണത്. നെവിന്റെയും അബിയുടെ സ്റ്റോറി ഇടുമ്പോൾ എനിക്ക് ഒരു ഇമോഷണലി എനിക്ക് ടച്ച് ആയത്. നെവിന്റെ മോഷണം എന്റെ പൊന്നണ്ണാ സമ്മതിക്കണം. പുറത്തിറങ്ങി സൂക്ഷിക്കണം കേട്ടോ ആൾക്കാർ, പ്രത്യേകിച്ച് അവന്റെ നാട്ടുകാർ. പക്ഷെ കൊള്ളാം, പണ്ട് ആൾക്ക് എല്ലാവരും ഫൺ കഥാപാത്രം. പക്ഷെ വിന്നർ ആകുമെന്ന് തോന്നില്ല. ടോപ്പ് 5 എത്താൻ ഒരു ചാൻസ് ഉണ്ട്.
ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. കാരണം ആ ഒരു ചില സമയത്ത് വെറുപ്പിലായി തോന്നുന്നു. അതെ അതെ. ക്യാമറ നോക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നീ നോക്കില്ല പോ ഇടുന്നു, അതൊക്കെ എനിക്ക് ക്രിഞ്ച് അടിച്ച പോലെ തോന്നി. കാരണം പുള്ളി നമ്മളെ ആറ്റിറ്റ്യൂഡിനെ മോശമായിട്ട് പറഞ്ഞല്ല, പക്ഷെ ഒരുപാട് ക്യൂട്ട്നെസ് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഫീൽ എപ്പോഴും. അതായത് സീരിയസ് ഒരു വിഷയം വരുമ്പോൾ പോലും തമാശ അവിടെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പുള്ളിയുടെ നേച്ചർ ആയിരിക്കും കേട്ടോ. ആയിരിക്കും. അല്ല ഞാനത് പറയാനേ പാടില്ല, ഞാൻ ആ തമാശയിലാണ് പിടിച്ചിരിക്കുന്നത് തന്നെ. അടുത്തത് അത് പോട്ടെ. മനു ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടോ? ഇത് നെല്ലിയല്ലേ വീടിന്റെ പുറകുള്ള മരമാട്ടെ, വേറൊന്നുമല്ല കാട്ടിൽ. എന്നെ മറ്റേ എന്തായിരുന്നു ജനവാസ മേഖല അല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തിയേക്കുക. ഓക്കെ, അടുത്തെടുക്കും. അടുത്തത് ഒനിയൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, തുറന്നു പറയാം സത്യം. കാരണം നേരത്തെ മുൻപാണെങ്കിൽ കിച്ചണിനകത്തായിരുന്നു പറയാം, കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. അപ്പൊ പിന്നെ എന്നെ മോശം പറഞ്ഞു ബിഗ് ബോസ്, എനിക്ക് പരാതി ഒന്നുമില്ല. ബിഗ് ബോസ് ഒരു തേങ്ങ അതിനകത്ത് എടുക്കാൻ ഒന്നും തോന്നുന്നില്ല, കാരണം ഒന്നും ചെയ്യുന്നില്ല, അതാണ് സത്യം. ഒനിയില് ഭയങ്കര സ്കില്ലുള്ളൊരുത്തനാണ്, അത് റെനയുമായിട്ടുള്ള ഫൈറ്റിൽ മനസ്സിലായി. പക്ഷെ പൊട്ടൻഷ്യൽ ഒന്നും ആള് പുറത്തെടുക്കുന്നില്ല. ആള് മിണ്ടാതെ മറ്റേ ഇത്രയും നാൾ നമ്മൾ കണ്ടിട്ടില്ലേ സേഫ് ഗെയിം കാർഡ്, ആ സാധനം തന്നെ കളിക്കുന്നു മനസ്സിലായി. അത് ലാലേട്ടൻ പൊളിച്ച, കാരണം ഒന്നും പുള്ളിയെ കുറിച്ച് പറയാനില്ല. റെനയായിട്ടുണ്ടെങ്കിൽ ഒരു ഫൈറ്റ് അല്ല. ലാലേട്ടൻ കഴിഞ്ഞ 2 എപ്പിസോഡിലും പ്രത്യേകിച്ച് ഒന്നും ആരെയൊന്നും പറഞ്ഞില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ ഒന്നും പറഞ്ഞിട്ടില്ല, പറയാൻ വരുന്നേ ഉള്ളൂ. ഒനിയിൽ കഴിഞ്ഞ ഉടനെ റെന ഫാത്തിമ ഞാൻ ഒരു പെങ്ങളുട്ടിയല്ല. റെന ഫാത്തിമ പുള്ളിക്കാരി ഒരു ഇൻഫ്ലുവൻസർ ആണ്, പൊട്ടൻഷ്യൽ ഉണ്ട്, പുള്ളിക്കാരിക്ക് ഒരു കഴിവുണ്ട്. പക്ഷെ പുള്ളിക്കാരുടെ വിചാരം പുള്ളിക്കാരി ഭയങ്കര എന്തോ സംഭവമാണ്, എന്തൊക്കെ ചെയ്യുന്നുണ്ടോ. എന്റെ ആ ഏജ് കുറവിനകത്ത് ഞാൻ ഭയങ്കരം, നമുക്ക് 19 വയസ്സിന്റെ മെച്യൂരിറ്റി നമുക്ക് മനസ്സിലാവും, അതിനൊരു 25 വയസ്സിന്റെ മെച്യൂരിറ്റി വരെ കാണിക്കാം. പക്ഷേ അവിടെ ഉള്ള അത്രയും പ്രായമായ ഒനിലിനെ കയറി ഡാന്നൊന്നും വിളിച്ചൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിക്കാരിക്ക് ഈ ബിഗ് ബോസിൽ പോകുന്ന ആൾക്ക് ഞാനെന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ പിടിച്ചേക്കാൻ പറ്റും. പക്ഷെ അത് അമിതമായി കഴിഞ്ഞാൽ ആരെയും റെസ്പെക്ട് ചെയ്യില്ല. അടുക്കള കയറിയ സീൻ അനാവശ്യമായി ഒനിലിനെ. എൻ്റെ ചാനലിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ റെനയുടെ ഭയങ്കര ഫാൻ കേട്ടോ, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചായിരുന്നു ഇതിനെക്കുറിച്ച്. അപ്പോൾ എനിക്ക് പുള്ളിക്കാരി ഒരു അനാവശ്യമായി ഈ പറയുന്ന പോലെ തന്നെ ഡിങ് ഡിങ് എന്നൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പിന്നെ പോയിരുന്നു മൂങ്ങി. ആ കരഞ്ഞില്ലായിരുന്നു പുള്ളി കിടിലുമായിരുന്നു നിന്നേനെ അതിനകത്ത്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അല്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം ഞാനും അധികം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. അത് എപ്പിസോഡ് മാത്രം കണ്ടാൽ അതാണ് പ്രശ്നം. ബിഗ് ബോസിന്റെ പ്രശ്നം നമ്മൾ ലൈവ് കണ്ടാൽ മാത്രമേ എല്ലാ കണ്ടസ്റ്റൻസിനും മനസ്സിലാവുള്ളൂ. എപ്പിസോഡ് കണ്ടാൽ എല്ലാവരും പ്രോപ്പറായിട്ട് മനസ്സിലാവില്ല, അതാ പ്രശ്നം. ഇനി അടുത്തത് സോഷ്യൽ മീഡിയയിലെ തരംഗമായിരുന്ന രേഷ്മ തങ്കച്ചൻ. ഞാൻ പ്രത്യേകിച്ചും പറയണം, നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം. രേണുവിനെ കുറിച്ച് ഞങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾ കമന്റ് ഇടുക. നമ്മൾ പറഞ്ഞാൽ വിചാരിക്കും നമുക്ക് ദേഷ്യം ഉണ്ടാണ് പറയുന്നത്. രേണു സ്കിപ്പ് നിങ്ങൾ കമന്റ് ഇട്ടു. തീർച്ചയായിട്ടും രേണുവിനെ കുറിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മോശം. ഒരു കാര്യം കൂടി, രേണു ഒരൊറ്റ കാര്യം പറയാം. കഴിഞ്ഞ ദിവസത്തെ 2 ദിവസം മുൻപുള്ള ഒരു എപ്പിസോഡ് ലൈവിലും കാണിച്ചതാണ്, മറ്റേ തത്തമ്മ എടുത്ത് വെച്ചിട്ട് കാണിച്ച ആ ഒരു ആക്ട്. അതുപോലെ തന്നെ ഈ അക്ബർ രേണുവിനെ ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച കേസിൽ രേണു തിരിച്ചും വിളിച്ചു, വേട്ടപ്പെട്ടിന്ന് വിളിച്ചു. അതിന്റെ പരാതി എന്ന് പറഞ്ഞ ആരോടാണ്? നൂറയോട്. നൂറ അനീഷിനെ വിളിച്ചത്. ഇതിനകത്ത് രേണുവിന്റെ എനിക്കൊരു മറ്റേ സാധനം എന്ന് പറഞ്ഞാൽ അക്ബർ അത് സോൾവ് ആക്കാനായിട്ട് പാട്ട് പാടുന്നു, അത് രേണു മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഒരു കോണ്ടന്റ്, അവർക്ക് വേറെ കോണ്ടന്റ് ഇല്ല. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അവർക്ക് എന്താ അവരുടെ സബ്ജക്ട്? ഈ ഒറ്റ സെപ്റ്റി ടാങ്ക് വിഷയം മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് വീട്ടിൽ പോകണം, ബിഗ് ബോസ്, എനിക്ക് എൻ്റെ മറ്റേ റിതപ്പൻ കാണണം, മറ്റേ കിച്ചുനെ കാണണം, എന്നാ പിന്നെ പറഞ്ഞു വിടന്നേ. എന്തിനത്ര കഷ്ടപ്പെട്ട് നിൽക്കുന്നത്? പിന്നെ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് പറയാനാണെങ്കിൽ അവിടെ സുധീനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതെ, അവർക്ക് വേണ്ടപ്പോഴൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ വിട്ടുകൊടുത്തവർ സംസാരിക്കുന്നത് കണ്ടില്ല. തീർച്ചയായിട്ടും. ഇനി നിങ്ങളുടെ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ എന്താ അവരുടെ പേര്, മറ്റേ ഹെയർ സംഭവം ചെയ്ത ശാരിക അല്ലല്ല, ആ മറ്റേ ഇത് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മറ്റേ മുടി വെച്ച് പിടിപ്പിച്ചു കൊടുത്തിട്ട് ഇംപ്ലാന്റ് ചെയ്ത അവർക്കിട്ട് കൊടുത്ത്. മറ്റേ അനന്തുവിന്റെ ഭാഷയെ പറഞ്ഞാൽ എന്തായിരുന്നു? അനന്ത് പറഞ്ഞല്ലോ, ആട്ടും എന്തോ പറയുമല്ലോ, ആട്ടിൻ സൂപ്പ്. അല്ല, അത് അവർക്ക് നല്ലതായിട്ട് എഫക്റ്റ് ആയിട്ടോ ആ സാധനം. കാര്യം ഇത്രയും വലിയൊരു ഷോക്കകത്ത് വന്നിരുന്ന് പറയാന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ആട്ടുസൂപ്പ് വേണമെങ്കിൽ രേണുവിനെ ഒന്ന് സഹായിച്ചാൽ മതി. ആട്ടുസൂപ്പ് അടുത്ത ബാക്കി നിങ്ങൾ പറയൂട്ടോ. രേണുവിന്റെ വിഷയം രേണുവിനെ നമ്മൾ അധികം വിമർശിച്ചിട്ടുള്ളത് കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മനഃപൂർവ്വം പറയുന്നതാണ്, ഡിഗ്രേഡ് ചെയ്യണമെന്ന് വിചാരിക്കും. വേണ്ട. അടുത്തത് അപ്പാനി ശരത്ത്. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്പാനി ശരത്ത്. പക്ഷേ അപ്പാനി ശരത്തിന് അങ്കമാലിയിൽ ഇതുവരെയും ട്രെയിൻ കിട്ടിയില്ലെന്ന് തോന്നുന്നു. തിരിച്ച് ചെന്നൈയിലെത്താനായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ആവശ്യമില്ലാണ്ട് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ വിചാരം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ബഹളമാണോ? വെറുതെ കിടന്ന് നിലമുണ്ടാക്കുക, ഒരു കാര്യമില്ലാണ്ട് കിടന്ന് വഴക്കുണ്ടാക്കി ഒച്ചപ്പാടുണ്ടാക്കി, അതാണോ ബിഗ് ബോസ്? പിന്നെ ഞാൻ ഉറക്കൂടാ അനീഷ്, അടുത്ത ദിവസം നീ എനിക്ക് വേണ്ടി കളിച്ചോളാം. അനീഷ് മറുകണ്ട പഠിച്ചോളാം. എന്നിട്ട് എനിക്ക് വേണ്ടി എൻ്റെ പാർട്ടിസിപ്പൻസ് വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തു. എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുകയാണ്, അനീഷ് താങ്കളുടെ പാർട്ടിസിപ്പൻസിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? രണ്ടുപേരും എന്നെ ചതിക്കുമായിരുന്നു ബിഗ് ബോസ്. ശരത്തിനെ കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ എനിക്ക് ശരത്തിനെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി
എല്ലാ വിഷയത്തിലും ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. പക്ഷെ പ്രതികരണം നടത്തിയിട്ട് പിന്നെ പുള്ളി നമ്മൾ എത്തി നോക്കേണ്ടി വരും, പുള്ളി ആ വഴിക്ക് അങ്ങ് പോകും. പക്ഷെ പിന്നെ അത്യാവശ്യം നന്നായിട്ട് നുണ പറയുന്നുണ്ട് കേട്ടോ. ഐ മീൻ ഈ പറയുന്ന മറ്റേ അയൽക്കൂട്ടം പരിപാടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നിവിൻ 2 തക്കാളി മോഷ്ടിച്ച്, ആ തക്കാളി നിവിന്റെ ശരത്ത് മോഷ്ടിച്ച് തിരിച്ചു കൊണ്ടുവച്ച്, നിവിൻ അവിടെ വന്നിട്ട് എന്റെ തക്കാളി എടുത്തോണ്ട് കൈ ഇങ്ങനായി പോകുന്ന ശരത്ത് അവിടെ നിന്ന് ഞെട്ടുക, ഇനി എന്റെ കൈ. നൂറയ്ക്ക് മിക്കവാറും പണിയിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നെവിനുമായിട്ട് പോയിട്ട് ആ എന്തോ ഫുഡ് നെവിൻ വായിക്കാത്ത ഇങ്ങനെ വെച്ച് കൊടുത്തില്ലേ, അത് മിക്കവാറും കാരണം കള്ളന് കൂട്ട് നിന്നു, അല്ല കള്ളൻ കഞ്ഞി വെച്ചില്ല, കള്ളന് കൂട്ട് നിന്നു എന്ന് പറഞ്ഞിട്ട് അത് മിക്കവാറും ഈ ആഴ്ച ലാലേട്ടൻ കാണിച്ചു കൊടുക്കും, വിഷ്വൽ കാണിച്ച് പറയാൻ ചാൻസ് ഉണ്ട്. അടുത്തത് സരിക, കലാഭവൻ സരിക എന്ത് പറയാനാ, എനിക്ക് നോ കമന്റ്സ്. എനിക്ക് അവര് ശ്രദ്ധിക്കപ്പെട്ടിട്ട് പോലും ഇല്ല എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം എമിനി ചേച്ചി പിന്നെയും ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെയും പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് എനിക്കത്ര പാസ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ഇടും. അടുത്തത് എന്തൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അടുത്തത് ഷാരിക, ഹോട്ട് സീറ്റ് ഷാരിക. തുറന്നു പറയുകയാണെങ്കിൽ ഒരു ജെന്യൂൻ പേഴ്സൺ. ഇപ്പം നമ്മൾ ഷാരിക ഞാൻ ഓപ്പോസിറ്റ് സംസാരിച്ചിട്ടുണ്ട്, മനു ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹോട്ട് സീറ്റിലെ ഷാരിക അല്ല ശരിക്കും ബിഗ് ബോസ് കണ്ടത്. അവർ അഭിപ്രായം പറയാനെടുത്ത് പറയുന്നുണ്ട്, എന്നാൽ ആർക്കും വിഷമം വരാത്ത ലെവലിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ജെന്യൂൻ പേഴ്സണായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ബിഗ് ബോസിൽ വന്നതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഷാരികയെക്കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ ഞാൻ ഈ ഹോട്ട് സീറ്റിൽ ആ പുള്ളിക്കാരി വിമർശിച്ച സമയത്തേ ഞാൻ പുള്ളിക്കാരിയെ കുറിച്ച് തിരക്കി പറഞ്ഞിരുന്നു, അത് ഒരു ഷോ ഓഫാണ്, ശരിക്കുള്ള ആൾ ഭയങ്കര നല്ലതാണെന്ന് പലരും പറഞ്ഞു കേട്ടിരുന്നു. ശരിക്കും ആള് ജെന്യൂനായിട്ട് തോന്നി. പക്ഷേ ആൾക്ക് അവിടെ പെർഫോം ചെയ്യാൻ, ആ ഹോട്ട് സീറ്റ് പെർഫോമൻസ് അവരവിടെ കാഴ്ചവെച്ചിരുന്നെങ്കിൽ അവർ പുലിയായിരുന്നു. അനാവശ്യമായിട്ട് ചൊറിയണ്ട, ആവശ്യമുള്ള സാധനങ്ങൾക്ക് അവർക്ക് ചൊറിയായിരുന്നു. അവർ പല വിഷയത്തിലും അഭിപ്രായം പറയുന്നില്ല. ആ ഹോട്ട് സീറ്റിലെ പ്രകടനം കണ്ടിട്ടാണ് അവർ അതിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൂറ് അവിടെ കാണിച്ചില്ല. അത് മാത്രമല്ല ഹോട്ട് സീറ്റ് ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിച്ചത്. ഈ ഹോട്ട് സീറ്റിനെ ഇവർ കുറ്റം പറഞ്ഞു. ആ ഹോട്ട് സീറ്റ് വഴിയാണ് അവർ കയറി വന്നത്. അതൊരു ചെയ്യില്ലെന്നൊക്കെ പറയുന്നത്. അതെ, അത് രേണു കൊടുത്ത ആട്ടുസൂപ്പ് പോലത്തെ ഒരു ആട്ടുസൂപ്പാണ് പുള്ളിക്കാരി കൊടുത്തത്. അത് വിട്ടിട്ടാണോ പോയെന്ന് നമുക്കറിയില്ല കേട്ടോ. പക്ഷെ ഷാരികയെ ഞാൻ അങ്ങനെ ഒരു വാല്യുബിൾ ആയിട്ടൊന്നും കണക്കാക്കുന്നില്ല. ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് അത്യാവശ്യം ഉണ്ട്, പക്ഷെ പുള്ളിക്കാരിയുടെ സ്കില്ലൊന്നും പുറത്തേക്ക് വരുന്നില്ല. അടുത്തത് ശൈത്യ. ശൈത്യയെ കുറിച്ച് എന്ത് പറയണം? ശൈത്യയെക്കുറിച്ച് പറയാനുള്ള ഒറ്റ കാര്യമാവും, പുറകെ നിന്ന് കുത്തിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. ശൈത്യ കുറച്ചുനാൾ വിട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ഹൻസിബ അത്രേ ഉള്ളൂ. അല്ല തുടക്കത്തിൽ ആ ഒരു ഹൻസിബ മോശമായിരുന്നല്ലോ, സൈലന്റ് ആയിട്ടിരുന്നു. അൻസിബ സൈലന്റ് ആണെങ്കിൽ അൻസിബ പെർഫോം ചെയ്തു, പുറകെ നിന്നുള്ള കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്രില്യന്റ്. അൻസിബയ്ക്ക് പറയേണ്ടത് പറയാനറിയാം. ശൈത്യക്ക് അങ്ങനെയല്ല, ശൈത്യക്ക് ഭയങ്കര ബ്ലാങ്ക് ആയി പോകും. ഒരു പൂച്ചക്കുഞ്ഞ് ഒതുങ്ങി. മാത്രമല്ല ഇപ്പം ആ ഫസ്റ്റ് വീക്കില് ലാലേട്ടൻ വിളിച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുന്ന ചോദ്യമല്ലേ, മറ്റേ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തത്, അത് ശൈത്യ പറഞ്ഞ ഒരു കാര്യമില്ല അവിടെ. അതായത് മനു ഒരു സാധനം എടുത്തു, ഞാനത് കണ്ടു, ഞാനത് എടുത്ത് ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം മനു ആ സാധനം എടുത്തു സാർ, ഞാൻ അപ്പോഴേ പറഞ്ഞാണെന്ന്. എന്താണ് അതിലുള്ളത്? ഞാനും അതല്ലേ ചെയ്തത്. അപ്പോൾ അത് ആ ഒരു പരിപാടി മുതലേ എനിക്ക് ഒരു നെഗറ്റീവ് ഇമേജ് വന്നൊരു കണ്ടസ്റ്റൻ്റാണ് ശൈത്യ എന്ന് പറയുന്നത്. അതിന് മുന്നേ എനിക്ക് ശൈത്യം ഇഷ്ടമല്ലായിരുന്നു. കാരണം ആ മറ്റേ അമൃത ടിവിയുടെ പ്രോഗ്രാമിൽ കപ്പ് തിരിച്ചു കൊടുക്കുക, അവരെ ബഹുമാനിക്കാതെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അതൊന്നും നല്ല കാര്യങ്ങളല്ല. അടുത്തത് ഷാനവാസ്. ബ്രില്യൻ കണ്ടസ്റ്റന്റ്, ബ്രില്യൻ കണ്ടസ്റ്റന്റ്. കാരണം മൈൻഡ് ഗെയിമറാണ്. എവിടെ കൊട്ടിയാൽ എവിടെ കൊള്ളുമെന്ന് ഷാനവാസിന് അറിയാം. പിന്നെ കുറേ പരിമിതികൾ ഉണ്ടാവാം ഹെൽത്ത് വൈസിൽ, നമുക്ക് അതിന് കൂടുതൽ അറിയില്ല, എന്തൊക്കെ ഉണ്ട് നമുക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ എന്നാൽ പോലും ആ പരിമിതിക്കുള്ളിൽ നിന്ന് പുള്ളി കളിക്കുന്നുണ്ട് നന്നായി. ക്യാപ്റ്റനായിട്ട് നല്ല ക്യാപ്റ്റനായിട്ട് ഇല്ല, കാരണം പുള്ളി വേണ്ട സ്ഥലങ്ങളിൽ പുള്ളി എത്തുന്നുണ്ട്. കിച്ചണിലാണെങ്കിൽ പോലും അനീഷ് മാറിയപ്പോൾ പുള്ളി പോയി ഹെൽപ്പ് ചെയ്യാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് നെഗറ്റീവ് പറയാനില്ല. ഷാനവാസിനെ കുറിച്ച് ഞാൻ പറയുകയാണ്, പുള്ളിക്കാരൻ അത്യാവശ്യം ബ്രില്യൻ ഗെയിമാണ് കളിക്കുന്നത്. പുള്ളിക്കറിയാം അക്ബർ എതിരാണെന്ന്, അക്ബറിനെ ഓപ്പോസിറ്റ് കളിക്കുന്നുണ്ട്. അനീഷിനെ ആയാലും എന്നൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നൈസായിരുന്നു. ഒരു തമാശയും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ കളിക്കുന്നുണ്ട്. ഇനി പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ജിസേലിന്റെ മറ്റേ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞിട്ട് പുള്ളി ക്യാപ്റ്റനായിട്ട് ഞാൻ പോരാന്ന് പറഞ്ഞ കാരണം ഈ ടാസ്ക് ഗെയിമിനകത്ത് 1 to 19 റാങ്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞപ്പോൾ അത് ശരി, അതല്ല ക്യാപ്റ്റന് നിലപാടുണ്ടാവണം. പിന്നെ അത് മാത്രമല്ല പല സമയത്തും അനീഷ് ചെയ്ത ഷാനവാസ് ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് അനീഷിനെ പിടിച്ച് കിച്ചൺ ക്യാപ്റ്റൻ ആക്കിയതാ. ഈ പൊട്ടൻ അറിയത്തില്ല അവനെ ക്യാപ്റ്റൻ ആക്കി കഴിഞ്ഞാൽ. കിച്ചണിലെ കാര്യത്തിൽ അത് പറയുവാണെങ്കിൽ കിച്ചണിൽ ആരും പെർഫെക്റ്റ് അല്ലായിരുന്നു. ശരിയല്ലേ? കിച്ചണിൽ അങ്ങനല്ല, അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയത് കൊണ്ട് അനീഷിന് വീണ്ടും അവിടെ പെർഫോം ചെയ്യാൻ ഒരു ഇവരെന്താ കൊടുക്കണ്ടേ? അവനെ പെർഫോം ചെയ്യരുത്, ഞാൻ പെർഫോം ചെയ്യണം. ആ സാധനം അല്ലാതെ ഇവിടെ നിനക്കൊരു വേക്കൻസി ഉണ്ട്, നീ കയറി അടിച്ചോന്നൊരു സാധനം കൊടുത്ത പോലെ ആയിട്ട്. മാത്രമല്ല മറുപടി കൊടുത്തേനെ. മാത്രമല്ല കിച്ചണിലേക്ക് എടുത്ത ആൾക്കാരെ വെച്ച് നോക്കിയേ, ആൾക്കാർ അവര് പ്രോപ്പറായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരല്ല എടുത്തേക്കുന്നത്. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ. ഇതിപ്പോ ഷാനവാസിന് തോന്നിയ ആൾക്കാരെ പിടിച്ചിട്ട് കിച്ചണിലിട്ടു, അത്രേ ഉള്ളൂ. അവർ തന്നെ പറയുന്നത് എനിക്ക് അറിയില്ല, ഉണ്ടാക്കാറില്ല, അതറിയില്ല, സഹായിക്കണം, അത് വേണം, അത് വേണം എന്നൊക്കെ പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാം അനീഷിന്റെ നടത്തം.
അങ്ങോട്ട് അത് ഇഷ്ടപ്പെടലല്ല. കാരണം നമ്മൾ ലൈവ് കാണുന്നവർക്ക് എന്റെ പൊന്നെ ഇവൻ എന്തേ കാണിക്കണം തോന്നിപ്പോ. അത് പറയാണ്ടിരിക്കുക. നമുക്ക് ഇത്ര ഇറിറ്റേഷൻ ആണെങ്കിൽ അകത്തുള്ള ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഞാൻ മനുവിനോടൊരു കാര്യം പറഞ്ഞിട്ട് ഞാനങ്ങ് നടന്നു പോയാ. അതാ ഈ കാര്യത്തിന് റിപ്ലൈ ഞാൻ കേൾക്കണ്ടേ? കേൾക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് പോയി കഴിഞ്ഞാലോ? പക്ഷെ അത് നല്ല കിടിലം പ്രൊവോക്കിംഗ്. പ്രൊവോക്കിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ പ്രൊവോക്കിംഗ് ആണ്. പക്ഷെ ഇപ്പൊ അനീഷ് മാറി വരണ്ട കേട്ടോ. അത് പോസിറ്റീവ് ആക്കിയില്ല പണി പാളെന്ന് അറിയാം. പുള്ളി മാത്രമേ ഉള്ളൂ ശരിക്കും ബ്രില്യന്റ് ആയിട്ട് കളിക്കുന്ന ഒരാള്. കണ്ടന്റ് കൊടുക്കുന്നത് അനീഷ് മാത്രമേ ഉള്ളൂ ഇപ്പൊ നിലവിൽ. ഒരു കോമണർ എന്ന നിലയിൽ വന്നിട്ട് കാരണം ബ്രില്യന്റ് ആയിട്ട് എന്താണെന്നറിയോ, കോമണർക്ക് കയറി വരാൻ കുറച്ച് സമയം എടുക്കും. കഴിഞ്ഞ വർഷം റസ്മിൻ ഒരുപാട് ട്രൈ ചെയ്താണ് കയറി വന്നത്. പക്ഷെ അനീഷിന് ആദ്യ ദിവസം തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വലിയൊരു കഴിവാണ്. പിന്നെ അടുത്തത് ലാസ്റ്റ് മുൻഷി രഞ്ജിത്തേട്ടൻ നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യനാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ലാലേട്ടൻ എഴുതി കൊടുത്ത പരാതി. രഞ്ജിത്തേട്ടൻ ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് കൂടെയാണ്. എന്ത് പറയട്ടെ, രഞ്ജിത്തേട്ടൻ ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് കൂടെയാണ്. അതും കൂടെ പറയണം. അത് പറഞ്ഞില്ലേ മോശമല്ലേ? ശരിക്കും പുള്ളി ബിഗ് ബോസ് ഒരു മെറ്റീരിയൽ അല്ല, അത് തുറന്നു പറയാം. ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. പിന്നെ ജെന്യൂൻ പേഴ്സണാണ്, പേഴ്സണാലിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. എനിക്ക് വെള്ളം തയ്ക്കണം. അപ്പോൾ കുടിച്ചിട്ട് വരും, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. പേഴ്സണായിട്ടുള്ളൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്. ഞാൻ ഈ പറഞ്ഞ ലെറ്ററിനകത്ത് തന്നെ അത് പ്രൂവൺ ആണ്. കാരണം ഇത്രയും പ്രശ്നങ്ങളോട് ഉണ്ടായിട്ടും ആരെക്കുറിച്ച് ഒരു മോശം പോലും പുള്ളിക്ക് പറയാനില്ല. പരാതി കടലാസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അതിനകത്ത് എനിക്ക് ആരെക്കുറിച്ച് ഒരു പരാതിയില്ല സാർ, ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് പോകാൻ എനിക്ക് പറ്റില്ല കേട്ടോ, തുറന്നു പറയാമല്ലോ. എനിക്കത് പറ്റുന്ന കാര്യമല്ല. എനിക്കാണ് ആ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ. ഞങ്ങളെപ്പോലെ നല്ല മനസ്സ് വേണം. അല്ല, ഞാൻ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുള്ളൂ. അത് എൻ്റെ രീതിയാണ്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷേ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. എനിക്കും ആ പുള്ളിക്കാരനെ കുറിച്ച് ആളുടെ ക്യാരക്ടർ അടിപൊളിയാണ്. പക്ഷേ ബിഗ് ബോസിലേക്ക് പുള്ളി ആപ്റ്റാൻ തോന്നുന്നില്ല. പക്ഷെ ഒരു ജെനുവിൻ പേഴ്സൺ, നല്ലൊരു മനുഷ്യൻ. പുള്ളിക്ക് റെനാക്കെതിരെ എഴുതി കൊടുക്കായിരുന്നു, പക്ഷെ പുള്ളി ഒന്നും ആ ഒരു ലെറ്ററിലുണ്ട് പുള്ളി ആരാണെന്നുള്ള സാധനം. അപ്പോൾ ബിഗ് ബോസിന്റെ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള ഇതല്ലേ ഞാൻ ആദ്യം പറഞ്ഞേ, ഇത് ഇടണം കേട്ടോ, ഇത് വരണോ. കാറ്റ്, ഭയങ്കര കാറ്റ്. മനു വന്നോണ്ടോ കാറ്റും മഴയൊക്കെ വരും, മനസ്സാണ്. ഇപ്പൊ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള നിലവിലെ ഞങ്ങളുടെ ഒരു അനുമാനം ഇതാണ്. പിന്നെ നിങ്ങൾ ആര് വിന്നർ ആവുമെന്ന് വിചാരിക്കും? വിന്നർ വേണ്ട, ടോപ്പ് 5 ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ പോക്കിൽ ഒന്നും പറയാൻ പറ്റില്ല. അനീഷ് വരുമോ? അനീഷ് ഈ ഒരു ആഴ്ച വരെ ഞാൻ പറയാം അനീഷ് വരുമില്ലെന്നുള്ളത്. കാരണം ഈ മിഡ് വീക്ക് എവിക്ഷന്റെ കാര്യം നമുക്കൊന്നും അറിയില്ല എന്താന്നുള്ളത്. അതൊന്നും കഴിഞ്ഞാൽ പറയാം. ഇനി നമ്മൾ പ്രധാനമായിട്ടും വിലയിരുത്തേണ്ട ഒരാളുണ്ട്, ലാലേട്ടനാണോ? ലാലേട്ടൻ എങ്ങനെയുണ്ട്? എനിക്ക് ലാലേട്ടൻ ഇടുന്ന കോസ്റ്റ്യൂം ഒരു രക്ഷയുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതും ഫസ്റ്റ് ഹൗസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹൗസ് ഇട്ട ആ വൈറ്റ് ഗോൾഡ് ബ്രേസ്ലെറ്റ്, എന്റെ പൊന്നോ. ലാലേട്ടൻ ചൊറി അങ്ങോട്ട് തുടങ്ങിയിട്ടില്ല. ഇല്ല, ലാലേട്ടൻ കൂളായിട്ട് നിൽക്കുകയാണ്. എന്റെ ഒരു അനുമാനം വെച്ച് പുള്ളി അത് ചെയ്യും. 2 ആഴ്ച കഴിയുമ്പോൾ തുടങ്ങും, ഉറപ്പുള്ള കാര്യം. പിന്നെ മറ്റേ സീസൺ 4 കണ്ടൊരു സാധനം, അല്ല സീസൺ 5 കണ്ടൊരു സാധനം ആയിരിക്കും കാണാം. പ്രത്യേകിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടല്ലോ ഈ സീസണിൽ. അപ്പൊ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ലാലേട്ടനെ കുറിച്ച് ഒന്നും പറയില്ല, പക്ക സത്യം. ഇനി ബിഗ് ബോസ് ശരിക്കും അപ്ഡേറ്റഡ് ആണ് ഈ ഒരു സീസൺ. പക്ഷെ കണ്ടസ്റ്റൻസ് അത്രമാത്രം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്ന 8ന്റെ പണി എന്നുള്ള ഫ്രൈസേ മാറ്റി 7ന്റെ പണിയാക്കി. അതായത് നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്തില്ല. ഇപ്പൊ ഇന്നലെ തന്നെ ഈ പറഞ്ഞ മിഡ് വീക്ക് എവിക്ഷൻ ആദ്യം പറഞ്ഞിരുന്നത്, അതെന്താക്കി മിഡ് വീക്ക് സസ്പെൻഷൻ, അത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷേ ബ്രില്യൻ്റ് ആണത്. അതുപോലത്തെ ഓരോ കാര്യങ്ങളും ഈ കണ്ടസ്റ്റൻസിന് ഒന്ന് മൂടൊന്ന് ഉറപ്പിക്കാനുള്ള അവസരം കൊടുക്കും. അതുപോലെ തന്നെ എനിക്ക് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ഉള്ളത്, അവർക്ക് കൊടുക്കാനുള്ള തുണിയെങ്കിലും പ്രോപ്പറായിട്ടൊന്ന് കൊടുത്താൽ. അല്ല, ഈ തുണി കൊടുക്കാത്തതിന്റെ റീസൺ കാണുന്ന ആർക്കെങ്കിലും മനസ്സിലായോ? ഇവരെല്ലാം കൊളാബ് അടിച്ചിട്ടാ വന്നേക്കുന്നത്. ആ കൊളാബ് സാധനം കൊടുക്കാതിരിക്കാനാണ് ഈ ഡ്രസ്സിന്റെ പണി. ഷാനവാസ് അത് വായിന്ന് വീഴുകയും ചെയ്തു, ഷാനവാസിന്റെ വായന്ന്. അപ്പൊ കൊളാബിനിട്ട് കൊടുത്തൊരു 7ന്റെ പണിയാണ്. അതെനിക്ക് തോന്നുന്നു ആദ്യം നൂറ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ബാൻഡ് അവർ കയ്യിൽ നിന്ന് വിടുന്നില്ല. അതുകൊണ്ട് അവർക്ക് മാത്രം കറക്റ്റ് ആയിട്ട് ഡ്രസ്സ് യൂസ് ചെയ്യാം. ബിഗ് ബോസ് ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ആയി. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ പരാതികളെല്ലാം ബിഗ് ബോസ് തിരുത്തി. പക്ഷേ ബിഗ് ബോസ് പറയുന്നത് എന്താന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാനുള്ള ബുദ്ധി കണ്ടസ്റ്റൻസിനില്ല. ഇന്നലെ ആ ഫ്രിഡ്ജിന്റെ ടാസ്ക്, ഫ്രിഡ്ജിന്റെ ടാസ്ക് പാവ വെച്ചത് പോട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഐറ്റംസ് എണ്ണുന്നതെന്ന് അറിയല്ലോ, പൊട്ടന്മാര് പെട്ടി എടുക്കുന്നു, ടെഡി ബിയർ എടുക്കുന്നു, കുഞ്ഞു സാധനം എടുക്കാനുള്ള ഇനി കൗണ്ടാ ചെയ്യുന്നത്. അപ്പൊ തന്നെ കണ്ടസ്റ്റൻസിന്റെ നിറയ്ക്കുന്നതാണ് ടാസ്ക് വിചാരിച്ചു. ഫ്രിഡ്ജിനകത്ത് പുതപ്പ്, പെട്ടി. കണ്ടസ്റ്റൻസ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ബിഗ് ബോസ് അങ്ങനെയാണ്. ഇല്ലേ ബിഗ് ബോസ് എടുത്ത് അലക്കി മേഞ്ഞിട്ട് പോകും. കഴിഞ്ഞ സീസൺ വരെ മറ്റേ ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് മൂളയും കൂടെ വേണം. ഇനി കാണുന്ന ആൾക്കാര് PR നോക്കിയിട്ട് ഒരുത്തിന് വോട്ട് കൊടുക്കില്ല. നിങ്ങൾ അനലൈസ് ചെയ്ത് മാത്രം വോട്ട് കൊടുക്കുക. കാരണം കളിക്കുന്നവർ കൊടുക്കുക. PR ജയിച്ച കുറെ ടീംസ് ഉണ്ട് ഇവിടെ. പിന്നെ മറ്റേ പല കേസുകളിലും പ്രതികളാണ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ബിഗ് ബോസിന്റെ ഒരു അനലൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പകുതി വീഡിയോ ആയിരിക്കും ദേവ് ഡി കോട്സിൽ ഉണ്ടാവുക, ബാക്കി പകുതി മാസ്റ്റർ മൈൻഡ് മനുവിലായിരിക്കും. രണ്ടും കണ്ടിട്ട് എന്റെ ചാനലിൽ കമന്റ് ഇടണം.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ വീണ്ടും കമന്റ് ഇടുക. അതെ, വീണ്ടും കമന്റ് ഇടുക. 15 കമന്റ് എന്താ സംഭവം അറിയാം, ഒരാൾ കൊട്ടിയത്താണ്, ഒരാൾ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പോസിബിലിറ്റി കുറവായതുകൊണ്ടാണ്. ഇത് കഴിയുമ്പോൾ അറിയാം ഇങ്ങനെ ചെയ്യണോ വേണ്ടോ. സത്യം. അപ്പോൾ പോസിബിലിറ്റി കുറവായതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ മനു ഇങ്ങോട്ട് വരുമ്പോഴോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ. വേറെ ഒന്നുമില്ലെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോ ആണെന്നാലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ആരെ 2 പേര്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഓക്കെ ഇല്ല പിള്ളേച്ചൻ കള്ളം പറഞ്ഞു. ബൈ ബൈ ബൈ.